നിർമ്മാണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടാണ് നാട്ടിലേക്ക് മടങ്ങിയത്. നാട്ടിലെത്തിയ ശേഷം സ്വന്തമായി ബുള്ളറ്റ് വാങ്ങി. പിന്നീട് അത് നോക്കിയായിരുന്നു മരം കൊണ്ടുള്ള ബുള്ളറ്റിന്റെ നിർമ്മാണം. വീട്ടുപറമ്പിലെ 2 തേക്കുകളാണ് ഇതിനായി മുറിച്ചത്. മുഴുവൻ ജോലികളും ഒറ്റയ്ക്കായിരുന്നു. ജിതിന്റെ ബുള്ളറ്റിനോടുള്ള ആവേശമാണ് ഇങ്ങനെയൊരു സൃഷ്ടിക്ക് പിന്നിൽ. പഴയ മോഡലിന്റെ ബുള്ളറ്റ് അഴിക്കണേ അതേ രീതിയിൽ തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് തീർക്കാനും പറ്റും. പിന്നെ റൂമിൽ സ്ഥലമില്ലാത്തൊരു സമയമാണ്. പിന്നെ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ളൊരു താല്പര്യത്തിലാണ്. വീട്ടിൽ വെറുതെ വെക്കേണ്ട ആവശ്യമില്ല, ആളുകൾ കാണട്ടെ എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് എല്ലാവരും. ABC മോട്ടോഴ്സിൽ നിന്ന് റോയൽ എൻഫീൽഡിൻ്റെ കമ്പനിയിൽ നിന്ന് ആളുകൾ വന്നിരുന്നു അവിടുന്ന്. അപ്പോൾ അവരും പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചെന്നൈയിൽ നിന്ന് ആളുകൾ വരുമെന്ന് പറഞ്ഞിരുന്നു, എൻഫീൽഡിൻ്റെ കമ്പനിയിൽ നിന്ന് ആളുകൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ടയറുകൾ മലേഷ്യൻ ഇരുളിലും ടാങ്കിലുള്ള ഡിസൈനുകൾ വീട്ടിയിലുമാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റെല്ലാം തേക്ക് മാത്രമാണ്. ഏകദേശം പുതിയൊരു ബുള്ളറ്റിന്റെ വിലയോളം ചിലവ് വന്നിട്ടുണ്ട് ഈ തേക്ക് ബുള്ളറ്റിനെന്നും ജിതിൻ പറയുന്നു. മരബുള്ളറ്റ് കാണാൻ കൗതുകത്തോടെ ഒട്ടേറെ പേരാണിപ്പോൾ ജിതിന്റെ വീട്ടിലെത്തുന്നത്. മീഡിയ 1 മലപ്പുറം.